ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A4 അജ്മൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഏതൊരു മനുഷ്യൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരിക്കും ഒരു നല്ലൊരു വീട് വെക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കണ്ടുവരുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ് ചിതൽ, ഉറുമ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെരൻ്റെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളത്. അത് ഈ മരങ്ങളും അതുപോലെ കട്ടില, ജനൽ, കബോർഡുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ ഈ ചെതലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വീട്ടിലൊരു ടീം വന്നിട്ടുണ്ട്. മണ്ണാർക്കാടുള്ളൊരു ടീമാണ്. നമുക്ക് അവരൊന്ന് പോയി പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് വീട്. വീടിൻ്റെ ആദ്യത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ബാ, അപ്പോൾ ഒരു ഉള്ളിലുണ്ട്, നമുക്ക് പോയി വെക്കാം. ഇതെന്താണ്, കെമിക്കലാണല്ലേ? ഹലോ. എന്റെ പേര്, ഒരു മിനിറ്റ്, ഞാൻ ഈ മൈക്കൊന്ന് ആയിക്കോട്ടെ. എന്റെ പേര്? എന്റെ പേര് മുബാറക്ക്. എവിടെ, വീട് എവിടെയാണ്? നമ്മള് ഇവിടെ തന്നെ, പാലക്കാട്. ശരി. ഞാൻ ഈ മൈക്ക് ഇങ്ങനെ പോയപ്പോഴേ ഇവിടെ ഇങ്ങനെ ഡ്രില്ല് ചെയ്യണ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ വെറുതെ വന്ന് നോക്കിയതാണ്. അതെ അല്ലേ. ഇതെന്താണ് പരിപാടി? ഇത് നമ്മള് ചെതലിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. പരിപൂർണ്ണമായിട്ട് പോകും? പൂർണ്ണമായിട്ടും. അല്ല, അപ്പൊ താമസമുള്ള വീടിനല്ലേ ഇത് ചെയ്യണ്ട? അവിടെ അല്ലേ കൂടുതലായിട്ട് ചെതലുണ്ടാവും? അല്ല, ഇത് ഭാവിയിൽ വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതെ അല്ലേ. ഇതെങ്ങനെ വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? തീർച്ചയായും. നമ്മൾ 10 വർഷത്തെ വാറന്റി കൊടുക്കുന്നു. പ്ലാസ്റ്ററിങ്ങിന് മുന്നാണെങ്കിൽ 10 വർഷത്തെ വാറന്റി കൊടുക്കുന്നു. ഇത് ചെതൽ എവിടുന്നത് കാര്യമായിട്ട് വരുന്നത്? ചെതൽ ഇത് തറയിലുള്ള മണ്ണിൽ നിന്നാണ് ചെതൽ വരുന്നത്. നമ്മൾ ഈ നിറക്കുന്ന മണ്ണിൽ, ഈ മണ്ണിൽ നിന്നാണ് ചെതൽ കയറി വരുന്നത്. അതിന് പിന്നെ അതിന്ന് കല്ലിലോട്ട് കയറിയിട്ട് അങ്ങനെ വുഡിലോട്ട് മറ്റു ഭാഗങ്ങളിലോട്ട് ചലിക്കുന്നതാണ് ചെതൽ. ശരി. അതിനിപ്പോ ഇങ്ങനെ ചുമരിൽ അടിച്ചു കഴിഞ്ഞപ്പോ എന്താ ഉപകാരമുള്ളത്? ചുമരിൽ നമ്മൾ കെമിക്കൽ ബെൽറ്റ് ഫില്ല് ചെയ്യും. ഇതേ കണക്ക് ഹോൾ ഇട്ടിട്ട് നമ്മൾ കെമിക്കൽ ബെൽറ്റ് ഫില്ല് ചെയ്യും. ഇത് വീടിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം, എങ്ങനെ തുടക്കം മുതൽ? അതായത് ഫസ്റ്റ് നമ്മൾ ഡ്രില്ല് ചെയ്ത് നോക്കൂലേ? ഏതൊക്കെ ഭാഗത്താ ഡ്രില്ല് ചെയ്യാ? നമ്മള് തറയ്ക്ക് മുകളിൽ വരുന്ന ഫസ്റ്റ് വരിക്കലിൽ ഓരോ അടി നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്യും. വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. അതുപോലെ തന്നെ ജനല്, വാതിൽ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇതേ കണക്ക് ഡ്രില്ല് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യും. 3 റൗണ്ട് മെഡിസിൻ നമ്മൾ ഇഞ്ചക്ട് ചെയ്യും. അല്ല, നമ്മള് അത് അബ്സർവ് ആയതിനു ശേഷം നമ്മൾ ഓരോ തവണ അബ്സർവ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 3 റൗണ്ട് കെമിക്കൽ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ കെമിക്കൽ ചോക്ക് വെച്ചത് ഫില്ല് ചെയ്യും. അത് സാധാ ചോക്ക് തന്നെ നമ്മൾ കെമിക്കലിനകത്ത് ഇട്ടിട്ട് ഒരു 3 അവർ. അതെ, അത് ചോക്ക് കംപ്ലീറ്റ് വലിച്ചെടുക്കും കെമിക്കൽ. അത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യും നമ്മൾ. എന്നിട്ട് പുട്ടി വെച്ചോ വൈറ്റ് സിമെന്റ് വെച്ചോ ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കും. ഇല്ല. ഇതിപ്പോ നമ്മള് പണി നടക്കുന്ന വീടാകുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ താമസമുള്ള വീടിലാണ് ഇതുപോലെ ചെതലിന്റെ, ഉറുമ്പിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ എന്താ ചെയ്യാ? താമസമുള്ള വീടുകൾക്ക് നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ മെത്തേഡ്. ഡ്രില്ലിംഗ് ഒക്കെ സെയിം തന്നെയാണ്. അല്ലാത്ത താമസം ഇപ്പോ ഇതേ കണക്ക് പ്ലാസ്റ്ററിങ്ങിന് മുന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ കണക്ക് ലൈൻ എടുത്ത് അതിനകത്തോട്ടും കെമിക്കല് ഇതേ കണക്ക് ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ തറ കംപ്ലീറ്റ് കയറി കൊടുക്കും. ചുമരിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അല്ല, വീടിന്റെ പുറംവശം നമ്മൾ ഡ്രിൽ ചെയ്തിട്ട്. അതെ. നിങ്ങളപ്പോ പാലക്കാട് ജില്ലയിൽ മാത്രം അങ്ങനെ വർക്ക് എടുക്കുള്ളൂ അതോ? അല്ല, നമ്മൾ ആൾ കേരള സർവീസ് ഉണ്ട്. അതെ. എവിടെ നിന്ന് വിളിച്ചാലും നമ്മൾ കേരളത്തിൽ 14 ജില്ലകളിലും സർവീസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവരുടെ ട്രീറ്റ്മെന്റിന്റെ രീതികൾ വരുന്നത്. അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിന്റെ താഴെ കൊടുക്കും. അല്ല, ഇതിപ്പോ നമ്മള് മരമൊന്നും ഇല്ലാത്ത വീടാണ്, അതിനുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞു. ഇനിയിപ്പോ മരമുള്ള വീട്ടിലാണെങ്കിൽ, ഇപ്പൊ താമസമുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ടിലും ചെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലപ്പോ എന്താ ചെയ്യാ നമ്മള്? ആ സമയത്ത് നമ്മൾ ഈ വുഡ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ സ്പ്രേ ടൈപ്പ് ചെയ്യും. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മള് വുഡിനകത്ത് വല്ല ചെതലും നിലവിൽ ലൈവ് ആയിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനാണ് വുഡിലോട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെന്റ് താമസമുള്ള വീടാകുമ്പോ നമുക്ക് താമസിക്കുന്നോണ്ട് എന്തെങ്കിലും ഇല്ല, സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. കെമിക്കൽ ഇപ്പൊ എങ്ങനെ, എന്ത് കെമിക്കലാണ്? ഇതിപ്പോ നമ്മള് ബയറിന്റെ മെഡിസിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. താമസിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വുഡിന് ചെയ്യുന്ന സമയത്ത് ടർപ്പന്റൈനും കൂടെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന മെഡിസിനകത്ത് ടർപ്പന്റൈനും കൂടെ ആഡ് ചെയ്യും. അതിന്റെ ഒരു സ്മെല്ല് ഒരു അരമണിക്കൂർ അത് നമ്മള് ടർപ്പന്റൈൻ ഈ പെയിന്റിങ്ങുകാരൊക്കെ ഉപയോഗിക്കുന്ന ടർപ്പന്റൈൻ്റെ ഒരു സ്മെല്ല് കാണും. അതൊരു അരമണിക്കൂർ അത്രേ കാണും. അപ്പോ
ചെതല് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വീടുകൾ ഇന്ന് കേരളത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇപ്പൊ എന്റെ പരിചയത്തിൽ തന്നെ നമ്മുടെ സുഹൃത്തിന്റെയും അതുപോലെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഒരുപാട് വീടുകളിൽ ഇതുപോലെ ചെതലൊക്കെ വന്ന് വുഡൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. ആ ആയിക്കോട്ടെ. പിന്നെ അപ്പൊ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. കേരളത്തിൽ 14 ജില്ലകളിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. ഏത് ടൈമിന് വിളിച്ചാലും ഇവര് കോൾ അറ്റൻഡ് ചെയ്തോളും. അപ്പൊ ഓക്കെ, താങ്ക് യു.